ജോൺ ചാപ്റ്റർ 9 ആണ് വായിച്ചത്. അതിനകത്തൊരു സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജന്മന ഒരു കാഴ്ചയില്ലാത്തൊരു വ്യക്തിയെ പറ്റി എഴുതിയാണ്. അത് കർത്താവ് ഒരു സൗഖ്യമാക്കിയ സ്റ്റോറി കേട്ടോ. സത്യമായ മിറാക്കിളാണ്. അതൊക്കെ കേട്ടപ്പോൾ സത്യം സയൻസിനെ തന്നെ വെല്ലുന്നതായിരുന്നത്. കാരണം അത് ഭയങ്കര മിറാക്കിളായിരുന്നു. സത്യത്തിൽ എല്ലാവരും ഭയങ്കര ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ അതൊരു കാര്യമാണ്. പക്ഷെ കർത്താവ് അത് പോസിബിൾ ആക്കി മാറ്റി, ഏറ്റവും ഈസി ആക്കിയതല്ല പറയാനുള്ളത്. എന്ന് വെച്ചാൽ കർത്താവ് അവരൊക്കെ ആ കാഴ്ചയിലൊക്കെ വെച്ച് അവിടെ വിഷം യാചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, അപ്പോസ്തലന്മാർ ഒരാള് കർത്താവിന്റെ വരുമ്പോൾ ജന്മന കാഴ്ചയില്ലാത്ത വ്യക്തിയാണ്. അപ്പൊ കർത്താവ് നിലത്ത് തുകച്ചേറുണ്ടാക്കി ആ വ്യക്തിയുടെ കണ്ണിൽ തേച്ചു കൊടുത്തു. അത് കണ്ട് ഷിലോഹോം എന്ന് പറഞ്ഞ ഒരു നദി ഉണ്ടായിരുന്നു. നദിയിൽ പോയി കഴുകാൻ പറഞ്ഞു. ആ കാഴ്ചയില്ലാത്ത വ്യക്തി പോയിട്ട് അവിടെ പോയി കൈയുടെ തിരിച്ചു വന്നപ്പോ കാഴ്ച വ്യക്തിയായിരുന്നല്ലോ പോയി കഴുകിയത്. പക്ഷെ തിരിച്ചു വന്നപ്പോ കാഴ്ചയുള്ള വ്യക്തിയായിരുന്നു കേട്ടോ. സത്യം എന്തും വലിയ മിറാക്കിൾ അല്ലേ. അപ്പൊ ആ അടുത്തവരെല്ലാം നെട്ടിപ്പോയി. എന്താ ഒരു പെട്ടെന്ന് മിറാക്കിൾ അല്ലേ. സത്യം അവര് വരെ കണ്ണുള്ളി. ഇപ്പൊ നമ്മൾ വായിച്ചപ്പോ തന്നെ നമ്മൾക്ക് തന്നെ കണ്ണുള്ളില്ലേ. അതേപോലെ ആ നേരിട്ട് നമ്മുടെ അവസ്ഥ നോക്കിക്കുന്ന മിറാക്കിൾ അല്ലേ. സോ കർത്താവിനെ കൊണ്ട് എല്ലാം സാധ്യമാണ്. എവറിത്തിങ് ഈസ് പോസിബിൾ ഫോർ ഗോഡ്. ആ വാക്യമാണ് മാത്യു ചാപ്റ്റർ 19:26 പറയുന്നുണ്ട്. അത് അവിടെ കർത്താവ് അത് ഈ കഥയിലൂടെ പ്രൂവ് ചെയ്തേക്ക് വേണം. സോ ഞാൻ പറയട്ടെ, ഞാൻ വായിച്ച സമയത്ത് ഒരു ഭയങ്കര മിറാക്കിൾ സത്യം. സയൻസ് വെച്ച് നോക്കുമ്പോൾ കാരണം ഈ പൊടിയിൽ വെച്ച് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും വലിയ സാധനം അല്ലേ. നമ്മൾ ഈവൻ നമ്മൾ എന്താ പറയുക, ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഹോസ്പിറ്റലിൽ കണ്ണിന് സർജറി ചെയ്ത സമയത്ത് അവർ ഡോക്ടർ പറഞ്ഞ മെയിൻ കാര്യം എന്താ പറയുക, നിങ്ങൾ പൊടി അടിക്കാതെ നോക്കുക, കണ്ണ് കവർ ചെയ്യുക, ഇൻഫെക്ഷൻ ഉണ്ടാക്കും. ഇത് നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്ത കാരണം പൊടി അടിക്കാതെ അവർ മാക്സിമം കവർ ചെയ്യും അല്ലേ. സോ പക്ഷെ ആ ഡസ്റ്റ് ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു. പക്ഷേ എന്ത് ചെയ്തെന്നറിയാവോ, ആ പൊടി വെച്ച് അവർ സാക്ഷ്യം ഉണ്ടാക്കി കർത്താവ് അല്ലെ. സോ ഞാൻ പറയാം, നമ്മുടെ ലൈഫിൽ എന്ന് വെച്ചാൽ ഇമ്പോസിബിൾ എന്നുള്ള കാര്യമുണ്ട്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ പോസിബിൾ ആകും. ശരിക്കും പറയാം, അതിൽ ഞാൻ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ്. എന്റെ ലൈഫിൽ എന്ന് വെച്ചാൽ ഒരുപാട് ടെസ്റ്റിമണി അത് ഉള്ളതാണ്. കാരണം എന്റെ ലൈഫ് ഇമ്പോസിബിൾ കുറെ ലെസൺസ് ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവ് എന്റെ ജീവിതത്തിൽ ഭയങ്കര പോസിബിൾ ആയിരിക്കും. ഇപ്പൊ ഇവിടെ എന്നെ കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാം. കാരണം എന്താ പറയാ, ഇപ്പൊ എന്താ പറയാ, ഫിസിക്കലി ആയാലും ശരി, മെന്റലി ആയാലും ശരി, ഫിനാൻഷ്യലി ആയാലും ശരി, ഇവരൊക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ, എന്റെ ഉള്ളിലുള്ള അതേ ക്രിസ്തു തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. സോ ഞാൻ പറയാം, അത് ഈവൻ ഈ സയൻസിനെ വെല്ലുന്ന ആളാണെങ്കിൽ ഈ ലോകത്ത് തന്നെ കർത്താവാണ്. സോ കർത്താവിനെ കൊണ്ട് എല്ലാം നടക്കും. നിങ്ങളുടെ ലൈഫിൽ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് കർത്താവിന്റെ കയ്യിൽ കൊടുക്കുക. കർത്താവ് അത് ഏറ്റവും അത്ഭുതകരമായി നടത്തും. ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അതിനുള്ള എന്താ പറയാ ആൻസർ അത് കർത്താവ് തന്നെ തന്നിരിക്കും. നിങ്ങളെ കളിയാക്കുന്നുണ്ട്, നിങ്ങളെ നിന്ദിച്ചതുകൊണ്ട് കർത്താവ് ഇങ്ങനെ മാനിച്ചിരിക്കും. സോ ഞാൻ നിങ്ങളെ ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ, കർത്താവിനെ വിശ്വസിക്കുക, കർത്താവിന്റെ കാര്യം നിങ്ങളുടെ ജീവിതം കൊടുക്കുക. കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വലിയ സത്യം ജീവനം ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് ഒരിക്കലും വാക്ക് മാറാത്തവൻ തന്നെയാണ്. നിങ്ങളുടെ ലൈഫിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വഴിയാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ പറയാം, കർത്താവിന്റെ കൂടെയുള്ള യാത്ര എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും. സോ ഞാൻ പറയാം, കർത്താവാണ് നിങ്ങൾ ഗൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ ലൈഫ് കർത്താവ് കൊടുത്താൽ കർത്താവ് ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് വെക്കും. സോ ഞാൻ പറയാം, ഗോഡ് ബ്ലെസ് യു ഓൾ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ടെസ്റ്റിമണി ഞാൻ വെയിറ്റ് ചെയ്യും കേട്ടോ.